ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാർക്കറ്റ് ഫെഡിൽ റിപ്പീറ്റ് ചെയ്ത് വരില്ലേ, മാർക്കറ്റ് ഫെഡിൽ 2018 റിക്രൂട്ട്മെൻറ്റ് നടന്ന സമയത്ത് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കേരള ഫെഡിൻ്റെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ രീതിയിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കേരള കോപ്പറേറ്റീവ് മിൽക്ക് ഫെഡറേഷൻ KCMMF, popularly called Milma, was established in dash with his head office Trivandrum for the successful implementation of Operation Flood program. അപ്പം KCMMF മിൽമ ട്രിവാൻഡ്രം ഹെഡ് ഓഫീസായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എപ്പോഴാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഏപ്രിൽ 1980 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: The dash founded in 1844 usually considered the first successful cooperative enterprise as a model for modern cooperatives. അതായത് 1844 മോഡേൺ കോപ്പറേറ്റീവ്സിൻ്റെ ഒരു മോഡലിൽ സക്സസ്ഫുൾ ആയിട്ട് എസ്റ്റാബ്ലിഷ് ആയത് എന്തൊക്കെയാണ്? കോപ്പറേറ്റീവ് എൻ്റർപ്രൈസിൻ്റെ സക്സസ്ഫുൾ ആയിട്ട് കാണുന്ന എന്താണ്? ഫെൻവിക് വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കോപ്പറേറ്റീവ് ലീഗ് USA സോ 1844 ആയതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? റോക്ക്ഡെയിൽ സൊസൈറ്റി ഓഫ് ഇക്വിറ്റബിൾ പയനിയേഴ്സ് ആണ്, അല്ലെങ്കിൽ RCEP. ചിലപ്പോൾ RCEP എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ അപ്പം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ പഠിക്കേണ്ട ആ ഒരു ടോപ്പിക്കിൽ, അതായത് നിങ്ങൾ കെരഫെഡിന് പഠിച്ച് തുടങ്ങുന്നവരാണെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, നമുക്ക് ഉറപ്പിക്കാം. അതേപോലെ ഈ റോക്കഡെയിൽ പയനിയേഴ്സ് അല്ലെങ്കിൽ ആ കോപ്പറേഷൻ്റെ ആദ്യഘട്ടത്തിലേക്ക് നിക്കോൾസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അവിടെ ഒന്നുകൂടി നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പാൻഡ് CICED, which was established in order to enhance education quality in developing countries. ഡെവലപ്പിംഗ് കൺട്രീസിൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള CICEDയുടെ എന്താണ് എക്സ്പാൻഷനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? സെൻറ്റർ ഫോർ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ഇൻ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് ബാങ്ക് ഇൻ ദ കോപ്പറേറ്റീവ് സെക്ടർ വാസ്. ഏതാണ് ഫസ്റ്റ് ഷെഡ്യൂൾഡ് ബാങ്ക് കോപ്പറേറ്റീവ് സെക്ടറിൽ? ഏതാണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഓപ്ഷൻ D ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഡാഷ് വാസ് ദ ഫസ്റ്റ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഫോംഡ് 1895 ബൈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് ദ വേൾഡ് കൗൺസിൽ ഓഫ് ക്രെഡിറ്റ് യൂണിയൻസ്. അപ്പോൾ ഏതാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ? 1995 ഫൗണ്ട് ചെയ്തിട്ടുള്ള ഇൻ്റർനാഷണൽ അസോസിയേഷനാണ് ഏതാണ്? ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ A ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: ഹൂ വാസ് ദ സോഷ്യൽ റിഫോമർ ആൻഡ് പയനിയർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്? ആരാണ്? റോബർട്ട് ഓവൻ ആണ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് റോബർട്ട് ഓവൻ, റോക്ക്ഡെയിൽ പയനിയേഴ്സ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ ICA, അതിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഡാഷ് ഈസ് എ കോപ്പറേറ്റീവ് ദാറ്റ് ഈസ് റൺ ബൈ ആൻഡ് ഫോർ എ നെറ്റ്വർക്ക് വളണ്ടിയേഴ്സ് ഫോർ ബെനിഫിറ്റ് ഓഫ് ഡിഫൈൻഡ് മെമ്പർഷിപ്പ് ഇൻ ജനറൽ പബ്ലിക് ടു അച്ചീവ് ദ കോമൺ ഗോൾ. ഇത് കോപ്പറേറ്റീവ്സ് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ്? വളണ്ടിയർ കോപ്പറേറ്റീവ് ആണ്. അതായത് ഇവിടെ തന്നെ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, വളണ്ടിയർ കോപ്പറേറ്റീവ് ഈസ് റൺ ബൈ നെറ്റ്വർക്ക് ഓഫ് വളണ്ടിയർ ആണ്. ഇവിടെ എന്താ? ജനറൽ പബ്ലിക്കിനാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, കോപ്പറേറ്റീവ് ഫ്ലാഗ് വാസ് ഡിസൈൻഡ് ബൈ. ആരാണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ആരാണ്? ICA ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: നമ്മുടെ NAFED, നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റ് ഫെഡറേഷൻ, വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദി ഓസ്പീഷ്യസ് ഡേ ഓഫ് ഗാന്ധി ജയന്തി ഓൺ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, NAFED എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? പക്ഷേ NAFED എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള അതേ ആ ഒരു ഇതിൻ്റെ അതിലും കൂടിയിട്ടാണ് നമ്മൾ ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നത്. അതേ ഇയറിൽ അതേ ഡേറ്റിൽ ആണ് നമ്മൾ ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴെപ്പോഴാണ്? 2 ഒക്ടോബർ 1958 എന്ത് ചെയ്തിട്ടുള്ളത്? NAFED എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ NAFEDൻ്റെ നമുക്ക് പൂർണ്ണ രൂപങ്ങൾ നമുക്ക് ചോദിക്കാവുന്നതാണ്. അടുത്താണ്: കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് സർവീസ് വാസ് ഫൗണ്ടഡ് ഇൻ 1985 ബൈ. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് സർവീസസ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്
ആരാണ്? റോഡ് കിൽഷനാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് സർവീസസ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹു അണ്ടർടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൊവൈഡിങ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ കേരള? കേരളത്തിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്ന ആരാണ്? ഓപ്ഷൻ നിങ്ങൾ നോക്കിക്കുക. സെൻട്രൽ കോപ്പറേറ്റീവ് യൂണിയൻ ഉണ്ട്, സിഡ്ബി ഉണ്ട്, സെൻട്രൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ മീൻസ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഏതാണ്? സെക്ഷൻ 88 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, സെക്ഷൻ 88. നെക്സ്റ്റ് ആണ് ഡാഷ് മീൻസ് ദ സെൻട്രൽ സൊസൈറ്റി ഹാവിങ് ജൂറിസ്ഡിക്ഷൻ ഓവർ വൺ ഓർ മോർ റവന്യൂ ഡിസ്ട്രിക്ട്. എന്താണ്? ഒരു സെൻട്രൽ സൊസൈറ്റി ആണ്, വൺ ഓർ മോർ റവന്യൂ ഡിസ്ട്രിക്റ്റിലാണ് ഇതിൻ്റെ ഇടുന്നത്, ബട്ട് നോട്ട് ദ ഓൾ സ്റ്റേറ്റിലല്ല. ആൻഡ് ഹാവിങ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് അതർ സൊസൈറ്റീസാണ് ആസ് ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ബൈ രജിസ്ട്രാർ ആൻഡ് ഗവൺമെൻറ്. അപ്പോൾ ഇവിടെ എന്താ ക്ലൂ തന്നിരിക്കുന്നത്? ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് വൺ ഓർ മോർ റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പെക്സ് സൊസൈറ്റി ആയിരിക്കില്ല അല്ലേ? അപ്പെക്സ് സൊസൈറ്റി ആണെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേറ്റ് മൊത്തമായിരിക്കും. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? റീജിയണൽ സൊസൈറ്റിയും ആക്കാൻ വഴിയില്ല. പിന്നെ നമുക്ക് വരുന്നത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയും സെൻട്രൽ സൊസൈറ്റിയുമാണ്. ബട്ട് ഇതിൻ്റെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? മറ്റുള്ള സൊസൈറ്റീസ് ആസ് ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ബൈ ദ രജിസ്ട്രാർ ആയിരിക്കണം ഇത് ഡിക്ലെയർഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സെൻട്രൽ സൊസൈറ്റിയാണ്. അപ്പോൾ ഡെഫിനിഷൻ എന്നുള്ള ഭാഗത്ത് അതായത് സെൻട്രൽ കോപ്പറേറ്റീവ് യൂണിയൻ അവരുടെ പബ്ലിക്കേഷൻ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ അവരുടെ പബ്ലിക്കേഷൻ, NCUI അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പം എന്താണ് നമ്മൾ ആ ഡെഫിനിഷൻ വരുന്ന ഭാഗങ്ങൾ, കുറേ ഡെഫിനിഷൻ വരുന്ന ഭാഗങ്ങൾ കറക്റ്റായിട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് മീൻസ് ദ മെമ്പർ ഹു പൊസസ് ഓൺലി സച്ച് പ്രിവിലേജസ് ആൻഡ് റൈറ്റ്സ് ഓഫ് മെമ്പർ ആൻഡ് ഹു സബ്ജക്ട് ഓൺലി സച്ച് ലാബിലിറ്റീസ് ഓഫ് എ മെമ്പർ മേ ബി സ്പെസിഫൈഡ് ഇൻ ബൈലോസ്. എന്താണ്? നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ നമ്പർ ഓഫ് അപ്ലിക്കൻസ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി ഷാൽ നോട്ട് ബി ലെസ് ദാൻ. രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മിനിമം എത്ര മെമ്പേഴ്സ് ആവശ്യമാണ്? എല്ലാവർക്കും അറിയാം 25 മെമ്പേഴ്സാണ്. ബട്ട് ഇവിടെ നോക്കിക്കോ, 25 തന്നെ തന്നിട്ടുണ്ട്. അതായത് സെയിം ഫാമിലിയിൽ നിന്നാണോ ഡിഫറെൻറ്റ് ഫാമിലീസിൽ നിന്നാണോ? നമുക്കറിയാം 25 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഡിഫറെൻറ്റ് ഫാമിലീസിൽ നിന്നാണ്. 10 എവിടെയാണ്? 10 മെമ്പേഴ്സ് എവിടെയാണ്? ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ വരുമ്പോഴാണ് നമ്മൾ 10 മെമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫോളോയിങ് one is not reason for cancellation of registration certificate of societies. അതായത് സൊസൈറ്റി താഴെ കൊടുത്തിരിക്കുന്ന കുറേ കാരണങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആകാൻ വേണ്ടിയിട്ടില്ലാത്ത കാരണങ്ങൾ എന്തൊക്കെയാണ്? But the whole of the asset and liabilities of the society transferred another society in accordance with the provision of section 14. അങ്ങനെ ആകുമ്പോൾ ലാബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും? അവിടെ ക്യാൻസൽ ആകപ്പെടും. ശരിയാണ്, കറക്റ്റായിട്ടുള്ള ആൻസറാണ്. ഇനി എന്താണ്? 2 or more societies amalgamated into new society. 2 അതിലധികമോ സൊസൈറ്റികൾ കൂടിച്ചേർന്നിട്ട് പുതിയ സൊസൈറ്റികൾ ഉണ്ടാകുമ്പോഴോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും? ക്യാൻസൽ ആകപ്പെടും. നെക്സ്റ്റ് ആണ് വേറെ സൊസൈറ്റി ഈസ് ഡിവൈഡ് ഇൻ ടു 2 or more societies in accordance with the provision. അതായത് ഒരു സൊസൈറ്റി 2 അതിലധികമോ സൊസൈറ്റി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിവിഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെയും എക്സിസ്റ്റിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യപ്പെടും. അപ്പോൾ ഇതൊന്നും അല്ലാത്തത് കൊണ്ട് എന്താണ്? നൺ ഓഫ് ദീസ് ആണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എവരി മെമ്പർ ഓഫ് സൊസൈറ്റി ഷാൽ എക്സൈസ് ഇസ് വോട്ട്. എങ്ങനെയാണ്? പ്രോക്സി ആയിട്ടാണോ? അല്ല, പേഴ്സൺ ആയിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ആണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഫോമഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ദ ആക്ട്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഏത് പ്രകാരമാണ്? ആർബിട്രേഷൻ കോർട്ട് സെക്ഷൻ 70A പ്രകാരമാണ്. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി മേ അറ്റ് എനി ടൈം കോൾ എ സ്പെഷ്യൽ ഓർ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ സൊസൈറ്റി and shall call such a meeting within 1 month. Then the committee of the society, അതായത് കമ്മിറ്റി, സൊസൈറ്റിയുടെ കമ്മിറ്റിക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് കൂട്ടാം. അപ്പോൾ
എപ്പോഴാണ് വിത്തിൻ 1 month ആണെങ്കിൽ അവിടെ എന്താണ് ഫ്രം സച്ച് നമ്പർ ഓഫ് മെമ്പേഴ്സ് ആഫ്റ്റർ റെസിപ്റ്റ് ഓഫ് റിക്വസിഷൻ ഇൻ റൈറ്റിംഗ് ഫ്രം ദ രജിസ്ട്രാർ എ പ്രൊപ്പോർഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. അപ്പോൾ അങ്ങനെ ചേർക്കണമെങ്കിൽ എന്ത് സംഭവിക്കാം? ഫ്രം സച്ച് നമ്പർ ഓഫ് മെമ്പേഴ്സ് അങ്ങനെ എന്ത് ചെയ്യണം? സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം അല്ലേ? പിന്നെ എന്ത് വേണം? രജിസ്ട്രാറിൽ നിന്ന് റിക്വസിഷൻ കിട്ടണം. അതേപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണെന്ന് വേണം. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, ദ ഗവൺമെൻറ് മേ പ്രൊവൈഡ് മണീസ് ടു ദ സൊസൈറ്റി ഫോർ ദ പർച്ചേസ് ഓഫ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റീസ്. ഗവൺമെൻറ് എന്ത് ചെയ്യും? സൊസൈറ്റിക്ക് മണി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് മറ്റുള്ള സൊസൈറ്റിയിൽ നിന്നും ഷെയർസ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ എന്താണ് ലയബിലിറ്റി? ലിമിറ്റഡ് ലയബിലിറ്റി. അപ്പോൾ അങ്ങനെയുള്ളതിന് എന്താണ് അറിയപ്പെടുന്നത്? ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് എന്നാണോ, ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് എന്നാണോ? ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദീസ്. പിന്നെ എന്താണ് അറിയപ്പെടുന്നത്? സാധാരണ ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് സൊസൈറ്റീസ്. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The following is not true in respect of a society. താഴെ കൊടുത്തിരിക്കുന്ന വില ഇറ്റ് ഷാൽ ഔട്ട് ഓഫ് ഇറ്റ്സ് നെറ്റ് പ്രോഫിറ്റ് എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾക്കറിയാം സെക്ഷൻ 56 സബ്സെക്ഷൻ 1 പ്രകാരമാണ്, 56 പ്രകാരമാണ് പ്രോഫിറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ? സെക്ഷൻ 56 പ്രകാരമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ആൻ എമൗണ്ട് നോട്ട് ലെസ് ദാൻ 15% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ട്. അപ്പം നമ്മൾ എത്രയാണ്? റിസർവ് ഫണ്ടിലേക്ക് എപ്പോഴും വെക്കേണ്ടത് എന്താണ്? 15% ആണ്. അപ്പോൾ ഇതെന്താണ്? കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോട്ട് ട്രൂ എന്ന്. ശരിയല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ആണ്, ക്രെഡിറ്റ് സച്ച് പോർഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് നോട്ട് എക്സീഡിങ് 5% ആസ് മേ ബി പ്രിസ്ക്രൈബ് ദ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. നമുക്കറിയാം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്കും പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്കും നമുക്ക് എത്രയാണ് തന്നെയാണ് നീക്കി വെക്കേണ്ടത്? 5% തന്നെയാണ്. ശരിയാണ്. പേ ഇൻ കേസ് ഓഫ് സെൻട്രൽ സൊസൈറ്റി ഇൻക്ലൂഡിംഗ് എ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഡിവിഡൻഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് അതർ പെയ്ഡ് ഓഫ് ഷെയർ ക്യാപിറ്റൽ നോട്ട് എക്സീഡിങ് 20%. അതും അത്ര തന്നെയാണ്. സെൻട്രൽ കേസിൻ്റെ സൊസൈറ്റികളാണെങ്കിൽ, അതായത് DCBയുടെ കേസിലാണെങ്കിൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? 20% തന്നെയാണ്. അതും ശരി തന്നെയാണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? നൺ ഓഫ് ദീസ്. ബാക്കിയെല്ലാം ശരി തന്നെയാണ്. ഇവിടെ ശരിയല്ലാത്തത് ഏതാണെന്ന് വെച്ചിരിക്കുന്നത്? എല്ലാം ശരിയായതുകൊണ്ട് തന്നെ നൺ ഓഫ് ദീസ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ആണ്, the dash shall by notification in official gazette appoint a person to the director of cooperative audit with jurisdiction all over the state. ആരാണ് നോട്ടിഫിക്കേഷൻ തരുന്നത്? ഗവൺമെൻറ് ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയാണ്? ബാംഗ്ലൂർ ആണ്. നമുക്ക് ഡൗട്ടില്ല പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, ഏത് ഇയർ ആണ്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് ഇയർ ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ആക്ട് പാസ്സായിട്ടുള്ള? ഏത് ഇയർ ആണ്? 1969 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ആണ്, ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് എപ്പോഴാണ് പാസ്സാക്കിയത്? 1971. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ പബ്ലിഷ് ദ പബ്ലിക്കേഷൻ കോപ്പറേറ്റർ ഇൻ ഇംഗ്ലണ്ട്? ഇംഗ്ലണ്ടിൽ കോപ്പറേറ്റർ എന്ന് പറയുന്ന പബ്ലിക്കേഷൻ ആരാണ് പബ്ലിഷ് ചെയ്തത്? കറക്റ്റായിട്ടുള്ള ആൻസർ ആണ് വില്യം കിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹൂ ക്യാൻ കൺവെൻ ദ ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ സൊസൈറ്റി? സൊസൈറ്റിയുടെ ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കിട്ടുന്ന ആരാണ്? ലിക്വിഡേറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ടേം കോപ്പറേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം. വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഏത് വേർഡിൽ നിന്നാണ്? ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതിലല്ലേ ലാറ്റിൻ വേർഡിൽ നിന്നാണ് എന്താ പറയുന്നത്? കോപ്പറേഷൻ എന്നുള്ള വേർഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ഈസ് വൺ ഓഫ് ദ പിവറ്റൽ പ്രിൻസിപ്പിൾ ഫോളോവേഡ് ബൈ. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ആര് ഫോളോ ചെയ്യുന്നതാണ്? HEF ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, കമ്പനിയുടെ. ഇവയൊന്നുമല്ല, നൺ ഓഫ് ദീസ് ആണ്. നെക്സ്റ്റ്, only a person who has attained the age of dash years can become a cooperative society. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള മിനിമം പ്രായപരിധി എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. ഇനി ദ ബർത്ത് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ. എവിടെയാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത്? ജർമ്മനിയാണോ, നെതർലാൻഡ്സ് ആണോ, കാനഡയാണോ? നൺ ഓഫ് ദീസ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ നൺ ഓഫ് ദീസ് ആണ്. ഏതാണ് നിങ്ങളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റീസ് കം അണ്ടർ കാറ്റഗറി ഓഫ്.
അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറേ തരത്തിലുള്ള സൊസൈറ്റി ഉണ്ട്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഉണ്ട്, അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഉണ്ട്, നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഉണ്ട്. റൂൾ 15 പ്രകാരം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് സൊസൈറ്റീസ്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് കറക്റ്റ് ചെയ്ത് പഠിച്ചിട്ട് പോകാം. അപ്പോൾ ഇവിടെ കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റീസ് എന്താണ്? അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. നെക്സ്റ്റ് ഗയ ഡയറി ബ്രാൻഡ് ഓണർ ഈസ്. ഗയ ഡയറി ബ്രാൻഡ് ഓണർ ആരാണ്? ബീഹാർ സ്റ്റേറ്റ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഇൻ കേരള? കേരളത്തിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആണ് ജോസഫ് മുണ്ടശ്ശേരി ആണ്. നെക്സ്റ്റ് ആണ് മെൻഷൻ ദ നെയിം ഓഫ് കേരള ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റീസ്. കേരള ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ നെയിം എന്താണ്? സുരഭി എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് മത്സ്യഫെഡ് രജിസ്റ്റേർഡ് ആസ് എ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏത് വർഷമാണ് മത്സ്യഫെഡ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? ആരാണ്? 1984 ആണ്. നെക്സ്റ്റ് ആണ് ഹു സ്റ്റാർട്ടഡ് അർബൻ ബാങ്ക്സ് ഇൻ ഇറ്റലി. ഇറ്റലിയിലെ അർബൻ ബാങ്ക്സ് ആരാ സ്റ്റാർട്ട് ചെയ്തത്? ലൂസി ലുസാറ്റി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതാണ് ക്രിപ്കോ ഈസ് ആൻ. ക്രിപ്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻ്റർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മാറിപ്പോയത്, ഒരു ഇൻ്റർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ക്രിപ്കോ. നെക്സ്റ്റ് ഡോക്ടർ ഗാഡ്ഗിൽ ഈസ് വെൽ നോൺ ആസ്. എന്താണ് ഡോക്ടർ ഗാഡ്ഗിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫാദർ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. നെക്സ്റ്റ് ഹു ടുക്ക് ഓവർ ദ ആക്ടിവിറ്റീസ് ഓഫ് അഗ്രികൾച്ചർ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്റ്റോപ്പ്ഡ് ഇറ്റ്സ് ഫംഗ്ഷൻ 1982. അതായത് 1982 അഗ്രികൾച്ചർ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ആരാണ് അഗ്രികൾച്ചർ റീഫിനാൻസ് ഈ ഒരു ഫംഗ്ഷൻ ഏറ്റെടുത്തത്? നബാർഡാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നാഫെഡ്. അപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫുൾ ഫോം ചോദിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്, ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പബ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. IC എന്നൊരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നാഫെഡ് ന്യൂഡൽഹി ആണ്. നെക്സ്റ്റ് എന്താണ്? സെക്ഷൻ ഡാഷ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഗിവ് പ്രൊവിഷൻ റിലേറ്റിംഗ് ടു വൈൻഡിങ് അപ്പ് ബാങ്കിങ് കമ്മിങ് അണ്ടർ DICC. കറക്റ്റാണ് 74A. നെക്സ്റ്റ് വെൻ എ മെമ്പർ ക്യാൻ എക്സൈസ് ദ റൈറ്റ് ടു വിഡ്രോ ഹിസ് ഷെയർസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എപ്പോഴാണ് ഒരു ഷെയർ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഷെയർ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണ് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുക? ആഫ്റ്റർ 3 years. നെക്സ്റ്റ് നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ദ ഫോർമേഷൻ ഓഫ് ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഏത് കമ്മിറ്റിയാണ്? TA പൈ കമ്മിറ്റിയാണ് ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നരസിംഹം കമ്മിറ്റി 1975 റെക്കമെൻഡഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ്. നരസിംഹം കമ്മിറ്റീൻ്റെ ഇതായിരുന്നു റീജിയണൽ റൂറൽ ബാങ്കുകളാണ്. നെക്സ്റ്റ് ദ ഇയർ ഇൻ വിച്ച് നാഷണൽ പോളിസി ഓൺ കോപ്പറേഷൻ വാസ് ഡിക്ലെയർഡ് ഇൻ ഇന്ത്യ. അപ്പോഴാണ് 2001 നാഷണൽ പോളിസി ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഗ്രാഫിക് ആർട്ട്. ഗ്രാഫിക് ആർട്ടിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആണ്. നെക്സ്റ്റ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഇത് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ആക്ടിവിറ്റി എവിടെയാണ്? 1 താലൂക്കിലാണ്. അതേപോലെ വൈകുന്ത് മെഹ്ത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ലൊക്കേറ്റഡ് ചെയ്യുന്നത് പൂനെയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് 50 ക്വസ്റ്റ്യൻസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചു പോവുക. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, എക്സ്പാൻഷൻ, ഹെഡ് ക്വാർട്ടേഴ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പബ്ലിക്കേഷൻ, ദെൻ ഓരോന്നും അതിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു പോകുന്ന വിശ്വാസത്തോടെ മറ്റൊരു ക്ലാസ്സുമായി പിന്നീട് കാണാം. ടിൽ ദെൻ ബൈ.